ഇപ്പോൾ ഈ എബൌട്ട് ദിസ് കോഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോണ്ട് സൈസ് ഇത്രയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിന് എൻ്റെ HTML. സോ ഇതാണ് എലമെൻറ്റ്സ് ടാബ്. കൺസോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ കോഡിൽ ജാവാസ്ക്രിപ്റ്റിൽ ലോഗ്സ് ഒക്കെ എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ ഇവിടെ പ്രിൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ എറർ ഡീബഗിങ് ടൈമിൽ എററൊക്കെ വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെക്ക് ചെയ്യാം. സോഴ്സ് നമ്മൾ എഴുതുന്ന ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫയൽസൊക്കെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ app.js ഉണ്ട്. നമ്മളവിടെ നമ്മൾ എഴുതുന്ന ജാവാസ്ക്രിപ്റ്റൊക്കെ ഈ സോഴ്സസ് ഫോൾഡറിൽ കാണാൻ പറ്റും. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു API വിളിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ബാക്ക് എൻഡിൽ നിന്നും എന്താ പറയുക ഈ ഡാറ്റ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു API കോൾ വെച്ച് വിളിക്കും. അതൊക്കെ ലേറ്റർ ഓൺ ഞാൻ പറഞ്ഞുതരും. API കോൾ എന്താണെന്നൊക്കെ ലേറ്റർ ഓൺ ഞാൻ പറഞ്ഞുതരും. ജസ്റ്റ് ഓടിച്ച് പറയണത്. അപ്പോൾ API കോൾ വെച്ച് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ API കോളിൻ്റെ ഡാറ്റാസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷനിലെ മെമ്മറീസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലോക്കൽ സ്റ്റോറേജ്, സെഷൻ സ്റ്റോറേജ് ഒക്കെ എന്താണ് ഡാറ്റ ഉള്ളതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. ലൈറ്റ് ഹൗസ് ബേസിക്കലി പെർഫോമൻസ് ടൂളാണ്. ഇവരുടെ തന്നെയുള്ളതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ എത്ര ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യേണ്ടതൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.